ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ പോർഷൻസും അതിൻ്റെ റിവിഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് വരുന്നതെന്നും ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും അത്യാവശ്യം ഓർത്തിരിക്കേണ്ട പോയിന്റുകളെല്ലാം കൂടെ ഒന്നിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. ഇപ്പം നമുക്കറിയാം 80 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. നമുക്കറിയാം. നമുക്ക് ആദ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. മൂന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണികളും ബീജഗണിതവും. നാലാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. ആറാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി, ത്രികോണമിതി. ഏഴാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. എട്ടാമത്തെ ചാപ്റ്റർ ടാൻജൻസ് അഥവാ തൊടുവരകൾ. ഒമ്പതാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും. പത്താമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും. 11ാമത്തെ ചാപ്റ്റർ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും. ഈ 11 ചാപ്റ്റേഴ്സാണ് നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് വരുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ കിട്ടി, എല്ലാവർക്കും ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ഞാൻ പറയാം. അതായത് ഏകദേശം ഉള്ള വെയിറ്റേജ് ആണ്. 1-2 മാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ നമുക്കറിയാവുന്ന സെക്കൻഡ് ടേം എക്സാമിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് ടേം എക്സാം എന്നാൽ ഒഴിവാക്കാനും പറ്റുകയില്ല. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. രണ്ടാമത്തതിൽ 4 മാർക്കും. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്ക്. നാലാമത്തതിൽ നിന്ന് 5 മാർക്ക്. അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്ക്. ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് 12 മാർക്ക്. ഏഴാമത്തതിൽ നിന്ന് 11 മാർക്ക്. എട്ടാമത്തതിൽ നിന്ന് 11 മാർക്ക്. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്ക്. പത്താമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കും. 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കുമാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഉള്ള മാർക്കുകളാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം. പിന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 10ൽ കൂടുതൽ മാർക്കുകൾ വരുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന് നല്ല രീതിയിൽ പഠിക്കുക, ബാക്കിയുള്ളതും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് അഥവാ സമാന്തര ശ്രേണികളും മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണികളും ബീജഗണിതവും, ഇത് ഒന്നിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ റിവിഷൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് എഴുതി വെക്കുക, ബുക്കിൻ്റെ ലാസ്റ്റ് പേജിലൊക്കെ ആയിട്ട് എഴുതി വെക്കുക. ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് രാവിലെ ഇതൊന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ പോയിന്റ്സ് ഒന്നും മറക്കുകയില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ റിവിഷൻ എല്ലാവർക്കും പ്രയോജനമാകട്ടെ. ഇത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. ഒന്നാമത്തെ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് 2, 4, 6, 8, 10 എക്സെട്ര. ഇവിടെ നമ്പേഴ്സ് കൂടിയാണ് വരുന്നത് അല്ലെ. രണ്ടാമത്തെ സീക്വൻസിൽ 25, 20, 15, 10 എക്സെട്ര ആണ്. ഇവിടെ നമ്പേഴ്സ് കുറഞ്ഞാണ് വരുന്നത്. ഇനി ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ ആൽഫബറ്റ് എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഡി എന്നാണ് എഴുതുന്നത്. ഡി കാണാനായിട്ട് എന്താണ് ചെയ്യുന്നത്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി അല്ലെ. ഒരു സീക്വൻസിൽ അഥവാ ശ്രേണിയിൽ, സമാന്തര ശ്രേണിയിൽ ഏത് 2 അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറച്ചാലും ആ പൊതുവ്യത്യാസം സെയിം ആയിരിക്കും. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 4ൽ നിന്ന് 2 പോകുമ്പോൾ 2 വരും. ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 20ൽ നിന്ന് 25 കുറയ്ക്കുക, അപ്പം -5 വരുന്നത്. അതായത് സംഖ്യകൾ കൂടിക്കൂടി വരുമ്പോൾ പൊതുവ്യത്യാസം പോസിറ്റീവായിരിക്കും, അതിസംഖ്യ ആയിരിക്കും. സംഖ്യകൾ കുറഞ്ഞു വരുമ്പോൾ പൊതുവ്യത്യാസം ന്യൂനസംഖ്യ ആയിരിക്കും. നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും. നമ്പേഴ്സ് ഡിക്രീസ് ചെയ്ത് വരുമ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ABC 3 അടുത്തടുത്തുള്ള സംഖ്യകൾ ഒരു സമാന്തര ശ്രേണിയിൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ വന്നാൽ നടുക്കത്തെ ടേം കാണാനായിട്ട് ആദ്യത്തവും മൂന്നാമത്തെ ടേമും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടാൽ മതി.
ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങൾ, അടുത്തടുത്ത പദങ്ങളല്ല. സപ്പോസ് x7 തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് x2 ആണെങ്കിൽ ഏഴാമത്തെ പദവും രണ്ടാമത്തെ പദവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ പൊതുവ്യത്യാസം കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? ഡിഫറൻസ് ഓഫ് the terms by difference of their positions. അതായത് പദങ്ങളുടെ വ്യത്യാസത്തിനെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കിട്ടും. ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഒരു ഗുണിതമായിരിക്കും. അതായത് the difference between any two terms of an arithmetic sequence is a multiple of the common difference. ഇനി nth ടേം അഥവാ n-ാം പദം കാണാനുള്ള സമവാക്യം എന്താണ്? ഒന്നാമത്തെ പദത്തിന്റെ കൂടെ n-1 ഇൻറ്റു ഡി ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു സമവാക്യം പറഞ്ഞായിരുന്നു d ഇൻറ്റു n പ്ലസ് എഫ് മൈനസ് ഡി. ഡി പൊതുവ്യത്യാസമാണ്, n എത്രാമത്തെ പദമാണോ അത്, എഫ് എന്ന് പറയുന്ന ഒന്നാമത്തെ പദം, x1 ഒന്നാമത്തെ പദം തന്നെയാണ്. ഇതിലേത് സമവാക്യം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? n ഇൻറ്റു n+1/2. അപ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ 50 ഇൻറ്റു 50+1/2. അങ്ങനാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു n+1 ആയിരിക്കും. അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ, അതായത് 2+4+6+etc 50 ആണെങ്കിൽ n ഈവൻ നമ്പേഴ്സ്, ഇവിടെ എത്ര നമ്പേഴ്സേ ഉള്ളൂ? 1, 3, 5 ഒന്നും ഇല്ല. അപ്പൊ 25 നമ്പേഴ്സേ ഉള്ളൂ അല്ലെ? അപ്പൊ 25 ഗുണം 25+1 എന്ന് എഴുതണം. അപ്പൊ ഇവിടെ ആദ്യത്തേത് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, എണ്ണൽ സംഖ്യകളാണെങ്കിൽ അതെങ്ങനെ എഴുതാം? 1+2+3+etc+n ഈക്വൽ ടു n ഇൻറ്റു n+1/2. ഇത് 2+4+6+etc 2n ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2n ആണ് അല്ലെ? അതെന്ന് പറയുന്നത് n ഇൻറ്റു n+1 ആണ്. അങ്ങനാണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യകൾ വന്നാലോ? അതായത് 1+3+5+7+etc +2n+1. 2n+1 ആണല്ലോ ഒറ്റ സംഖ്യയുടെ ജനറൽ ഫോം. അതെന്ന് പറയുന്നത് n² ആയിരിക്കും. ഇനി നമുക്ക് സം ഓഫ് ഫസ്റ്റ് n ടേംസ് നോക്കാം. സമ്മിനെ ഞാൻ SN എന്നാണ്, S ആണ് സമ്മിന് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n ടേംസിന്റെ സമ്മാണ്, തുകയാണ് വേണ്ടത്. അപ്പൊ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ എന്തൊക്കെ തരുമ്പോഴാണ്? ഒന്നാമത്തെ പദവും അവസാന പദവും തരുമ്പോൾ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തരുമ്പോൾ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് കാണാനുള്ള സമവാക്യം. ഇനി ലാസ്റ്റ് ടേം തന്നിട്ടില്ല, പകരം കോമൺ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അവസാന പദം തരാതെ പൊതുവ്യത്യാസമാണ് തന്നിരിക്കുന്നതെങ്കിലുള്ള സമവാക്യം എന്താണ്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ സമവാക്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്തതാണ് പ്രോബ്ലംസ്. ഇനി nth ടേമിനെ an പ്ലസ് ബി ഫോമിൽ തന്നാൽ, n-ാം പദത്തിന് an പ്ലസ് ബി എന്ന രീതിയിൽ തന്നാൽ നമുക്ക് Sn കാണാനുള്ള സമവാക്യം എന്താണ്? Sn ഈക്വൽ ടു a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് bn. ഇത് ഓർക്കുന്നുണ്ടോ? അതായത് an പ്ലസ് ബി ആണ്
ഓരോ പദങ്ങളെങ്കിൽ x1 എന്താവും, n-ന് 1 കൊടുക്കുക. അപ്പോൾ a + b എന്നുള്ള ഫോമിൽ വരും. ഇനി x2 വരുമ്പോൾ a × 2 + b. അപ്പോൾ അതെല്ലാം കൂടെ ഈ n ഉള്ളതെല്ലാം കൂടെ കൂട്ടുക. n ഉള്ളതെല്ലാം കൂടെ കൂട്ടുമ്പോൾ a × n × n + 1/2 എന്ന് പറയും. a എല്ലായിടത്തും കോമൺ ആണ്. പിന്നെ n എന്ന് പറയുന്നത് 1 + 2 + 3 + എക്സെട്ര വരും. അപ്പോൾ അതിൻ്റെ സമവാക്യം നമ്മൾ നേരത്തെ എഴുതി n × n + 1/2. പിന്നെ ബിയും എത്ര പ്രാവശ്യം വരും, n പ്രാവശ്യം വരും. അപ്പോൾ b × n. ഇത് നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ തുക എങ്ങനെയാണ് കാണുന്നത്? തുക എന്ന് പറയുന്നത് മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അതായത് തുക എന്ന് പറയുന്നത് നടുക്കത്തെ പദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ തുകയുണ്ട്, മിഡിൽ ടേം ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം തരും, മൂന്നാമത്തെ കാണാം. അപ്പം മിഡിൽ ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യും? മിഡിൽ ടേം കാണാനായിട്ട് തുകയെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഹരിച്ചാൽ പോരെ. അതായത് ഇവിടെ ഗുണിച്ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കുക. അപ്പം മിഡിൽ ടേം = സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. നടുക്കത്തെ ടേം എന്ന് പറഞ്ഞാൽ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി അടുത്തത് ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, പിന്നെ അതിന് ശേഷമുള്ള n പദങ്ങളുടെ തുകയും തന്നിട്ടുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ഓഫ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻഡ് നെക്സ്റ്റ് n ടേംസ് ഓഫ് ആൻ AP ഈസ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n²d. അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുകയും അതിന് ശേഷമുള്ള n പദങ്ങളുടെ തുകയും ഒരു സമാന്തര ശ്രേണിയിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് n²d ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഇനി നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററും സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന ചാപ്റ്റർ 2 ചാപ്റ്റേഴ്സ് ഒന്നിച്ചാണ് റിവൈസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ആംഗിളിനെ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തം, അത് 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോണിന്റെ അളവ് 90 ഡിഗ്രി, അതായത് ഈ പച്ച കളറിലെ കോൺ. പിന്നെ അർദ്ധവൃത്തത്തിനകത്ത് വന്നാലോ, അതായത് നീല കളറിലെ കോണ് വന്നാൽ എന്താകും? അത് 90 കൂടുതലായിരിക്കും. പിന്നെ ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിളോ 90യേക്കാളും കുറവായിരിക്കും. അതായത് ഈ അർദ്ധവൃത്തത്തിന്റെ പുറത്ത് കോൺ വന്നു കഴിഞ്ഞാൽ, ആംഗിൾ വന്നാൽ അത് 90യേക്കാളും കുറവായിരിക്കും, 90 കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇവിടെ ഈ വൃത്തത്തിലെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇവിടെ വൃത്തത്തിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതുന്നില്ല. അതായത് ഇവിടെ ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? 50 ഡിഗ്രിയെ വരത്തുള്ളൂ. ഇത് കേന്ദ്രമാണ് അല്ലെ. ഇത് നമ്മൾ പഠിച്ച പോയിന്റ് ആണ്. പിന്നെ അടുത്ത പോയിന്റ്, ഇവിടെ ഒരുപാട് ഫിഗർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫിഗർ വരച്ച് മാർക്ക് ചെയ്ത് പോയാലും മതി. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് AB 2 പോയിന്റ്സ് ആണല്ലോ, ബിന്ദുക്കളാണ് വൃത്തത്തിലെ. ആ എയിൽ നിന്ന് ബിയിൽ എത്താൻ വേണ്ടി ഇതിലെയും പോയി കോണാകുന്നുണ്ട്. ഇവിടെ 3 കോണുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 3 കോണുകളും എയിൽ നിന്ന് തുടങ്ങി ബിയിലാണല്ലോ വന്ന് തീരുന്നത്. അപ്പോൾ ഈ 3 കോണുകളുടെയും അളവുകൾ തുല്യമായിരിക്കും. അതായത് ഇപ്പൊ ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്. P എന്നും Q എന്നും R എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ P = ആംഗിൾ Q = ആംഗിൾ R ആയിരിക്കും. കോൺ Pയും കോൺ Qയും കോൺ Rഉം സമമായിരിക്കും. ഇനി ഇവിടെ ഒരു വൃത്തത്തിൽ ഒരു ചതുർഭുജം വരച്ചിരിക്കുക. ചതുർഭുജത്തിന്റെ മൂലകള് 4 ABCD 4 മൂലകളും വൃത്തത്തിലാണ് കിടക്കുന്നത്. ഇതിന് പറയുന്ന പേരെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ്? എതിർ കോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. അപ്പൊ എയും സിയും കൂടെ കൂട്ടുമ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും, കോൺ എയും കോൺ സിയും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കും. അതേപോലെ കോൺ ബിയും കോൺ ഡിയും കൂടെ കൂട്ടുമ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരെണ്ണം തന്നാലും മറ്റേത് എതിർക്കോൺ നമുക്ക് കണ്ടുപിടിക്കാം, ഓപ്പോസിറ്റ് ആംഗിൾ കണ്ടുപിടിക്കാവുന്നതാണ്.
ഇനി അടുത്തത് നമുക്ക് 3 ഫിഗർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യത്തേല് 2 ഞാണുകള്, 2 കോഡ്സ് എ ബിയും സി ഡിയും വരച്ചിട്ടുണ്ട്. അത് ലംബമായിട്ടോ ലംബം അല്ലാതെ വന്നാലും ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പി അല്ലെ. അപ്പൊ ആദ്യത്തെ കോഡ് എ ബി, രണ്ടാമത്തെ സി ഡി. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ വരച്ചിരിക്കുന്നത് 2 കോഡുകള് ഞാണുകള് എ ബിയും സി ഡിയും തന്നെ, കൂട്ടിമുട്ടുന്ന പോയിന്റ് പിയും തന്നെയാണ്, സെയിം പേരാണ് എല്ലായിടും കൊടുത്തിരിക്കുന്നത്. ഇനി ആ സി ഡി എന്നുള്ള കോഡ്, സി ഡി എന്നുള്ള ഞാൻ കേന്ദ്രത്തിൽ കൂടെ സെന്ററിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രിയോ 90 കൂടുതലോ കുറവോ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഇത് കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ 90 വരത്തുള്ളൂ. ഇവിടെയും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ കൂട്ടിമുട്ടുന്ന എ ബിയും സി ഡിയും 2 ഞാണുകൾ അവ നീട്ടി വരച്ചിട്ട് കൂട്ടിമുട്ടുന്ന പുറത്തെ പോയിന്റ് പിയിലാണ്. ഇവിടെയും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ എന്ന് പറയുന്ന പി മുതൽ എ വരെയുള്ള ദൂരം, പി ബി എന്ന് പറയുന്ന പി മുതൽ ബി വരെയുള്ള ദൂരമാണ്. അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ പി എയും പി ബിയും തുല്യമായിരിക്കും. കാരണം ഇത് ലംബ സമഭാജിയാണ്. കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ഞാണിലേക്ക് ലംബമായിട്ട് വരയ്ക്കുന്ന സമഭാജി ഞാണിനെ സമമായിട്ട് ഭാഗിക്കുന്നു. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ ഇത് ഈ 2 സൈഡ് ഈക്വലും ആയിരിക്കും, ഇത് 90 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ പി എയും പി ബിയും തുല്യമല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി സി ഇൻറ്റു പി ഡി ഈക്വൽ ടു പി എ സ്ക്വയർ എന്ന് വേണം എഴുതാം. അല്ല ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. പി എയുടെ വിലയും പി ബിയുടെ വിലയും സെയിം ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് തന്നെ മതി, 3 ഫിഗറിനും ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതായത് കേന്ദ്രത്തിൽ കൂടെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ആ കോഡ് കംപ്ലീറ്റ് വരച്ചിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് വരച്ചിട്ടില്ല. നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. അതായത് കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന കോഡ്, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന കോഡ് അഥവാ ഞാണിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടം വരെ വരച്ചിട്ടില്ല. അപ്പൊ അതിനെ നമുക്ക് നീട്ടി വരയ്ക്കാം. ഞാനിവിടെ റെഡ് ലൈനിൽ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് ആണ് ഡി. നമ്മുടെ ഇക്വേഷൻ എന്താ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ ഇക്വേഷൻ മാത്രം മതി ശരിക്കും. പിന്നെ ഇവിടെ റേഡിയസ് അഥവാ ആരമാണ് തന്നിരിക്കുന്നതെങ്കിൽ, കേന്ദ്രം മുതൽ ഇവിടം വരെ ഉള്ളതാണല്ലോ ആരം 6. പിന്നെ ഇത്രയും ഭാഗത്തിന് ഡി എന്നും തരും. ഈ ഡി എന്നുള്ളത് ഡയമീറ്റർ അല്ല, വ്യാസമല്ല, ആൽഫബറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി എയും പി ബിയും ഈ കേസിൽ പി എയും പി ബിയും തുല്യമാണ്. അപ്പോൾ പി എ സ്ക്വയർ എന്ന് എഴുതാം. പി എ സ്ക്വയർ ഈക്വൽ ടു അല്ലെ പി ബി സ്ക്വയർ ഈക്വൽ ടു പി സി എന്ന് പറയുന്നത് എന്താണ്? ആറും ഡിയും കൂടെ കൂടുന്ന അല്ലെ. അപ്പൊ ആർ പ്ലസ് ഡി ഇൻറ്റു ഇനി പി ഡി, പി മുതൽ ഡി വരെ, ഈ ഒ മുതൽ ഡി വരെ ഉള്ളതാണ് 6. അതിൽ നിന്ന് ഈ ഡി കുറച്ചാൽ പോരെ. അപ്പൊ ഈ റെഡ് കളർ ലൈനിന്റെ ലെങ്ത് കിട്ടുമല്ലോ. അപ്പൊ ആർ മൈനസ് ഡി എന്ന് എഴുതാം. അപ്പൊ പി എ സ്ക്വയർ ഈക്വൽ ടു ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി, ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതൊന്നും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. നമുക്കറിയാം പി സി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് പി ഡി. പി ഡി എന്ന് പറയുന്നത് ഒ ഡിയിൽ നിന്ന് ഈ ഡി, ഈ സ്മോൾ ലെറ്റർ ഡി കുറച്ചാൽ മതി. അതായത് ആറിൽ നിന്ന് സ്മോൾ ലെറ്റർ ഡി കുറച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മുടെ ഇക്വേഷൻ എന്താ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ റേഡിയസ് 6 ആണ്. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെ ആണ് ഡി തന്നിരിക്കുന്നത്. ഇത്രയുമാണ് സ്മോൾ ലെറ്റർ ഡി തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പി സിക്ക് പകരം പി മുതൽ സി വരെ എന്താ? ഡിയുടെ കൂടെ 6ഉം കൂടെ കൂട്ടുന്നു അല്ലെ. അപ്പൊ ആർ പ്ലസ് ഡി എന്ന് എഴുതാമല്ലോ. ഇനി പി ഡി വേണം. പി മുതൽ ഡി വരെ മതി. ഇത്രയും ഒ മുതൽ ഡി വരെ 6 ആണ്. അപ്പൊ ഡി മൈനസ് 6 എന്ന് എഴുതാം അല്ലെ. ഡി പ്ലസ് ആർ ഇൻറ്റു ഡി മൈനസ് ആർ, ഡി പ്ലസ് ആർ എന്ന് എഴുതാം. ഡി പ്ലസ് ആർ ഇൻറ്റു ഡി മൈനസ് ആർ. അപ്പൊ എന്താ? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലേ. അപ്പൊ അത് ഈ ഒരു ഇക്വേഷൻ, റെഡ് കളറിലെ ഇക്വേഷന്റെ ആവശ്യമേ ഉള്ളൂ.
ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം. പിന്നെ വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ വരച്ചു പഠിക്കുക. ഇനി നമുക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ നോക്കാം. ഞാൻ ആ ചാപ്റ്റർ എടുത്ത എന്താന്ന് വെച്ചാൽ സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ടാണ് ആ ചാപ്റ്റർ എടുത്തത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന വര തൊടുവരയാണ്. പിന്നെ അത് ആരത്തിനും വ്യാസത്തിനും ലംബമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് കേന്ദ്രം, ആരത്തിനും ലംബമാണ്, വ്യാസത്തിനും ലംബമാണ്. ഇപ്പൊ നമ്മൾ വൃത്തത്തിൽ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഒന്ന് ഞാണിനെ കോഡിനെ നീട്ടി വരച്ചതും ഒന്ന് തൊടുവര അഥവാ ടാൻജന്റുമാണ്. അപ്പൊ നേരത്തെ പഠിച്ച എന്താ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നായിരുന്നു. അപ്പൊ ഡി ഇവിടെ ഇല്ല, പി സി എ ഉള്ളൂ. അപ്പൊ പി സി സ്ക്വയർ എന്ന് വരുന്നു. ഇനി ഇവിടെയും സർക്കിൾസിലെ പോലെ തന്നെ റേഡിയസ് തന്നിട്ട് ഡി എം തന്നാൽ നമ്മുടെ ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ പി എ എന്ന് പറയുന്ന പി മുതൽ എ വരെ, പി മുതൽ ഒ വരെയാണ് ഡി, ഒ മുതൽ എ വരെ 6 റേഡിയസ് ആണ്. അപ്പൊ ഡിയിൽ നിന്ന് റേഡിയസ് കുറയ്ക്കുമ്പോൾ ഈ പി എ കിട്ടുമല്ലോ. അപ്പൊ എന്തെഴുതാം, പി എക്ക് പകരം ഡി മൈനസ് ആർ. പിന്നെ പി ബി, പി മുതൽ ബി വരെ, ഇപ്പൊ പി മുതൽ ഒ വരെ ഡിയും ഒ മുതൽ ബി വരെ 6 ആണെങ്കിൽ ഡി പ്ലസ് ആർ എഴുതാമല്ലോ, ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് ഡി പ്ലസ് ആർ ഇൻറ്റു ഡി മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടെ വിലകൾ തരും. അപ്പം നമുക്ക് കൂട്ടി എഴുതേണ്ട അടുത്ത് കൂട്ടി എഴുതുക, കുറച്ച് എഴുതിട്ട് കുറച്ച് എഴുതുക. ഈ ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. എല്ലായിടത്തും ഒരൊറ്റ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ 2 തൊടുവരകളുണ്ട്. കേന്ദ്രം ഒ, തൊടുവരകൾ പി എയും പി ബിയും. അപ്പൊ ഇവിടെ ഒരു ചതുർഭുജം കിട്ടിയിട്ടുണ്ട്, അഥവാ ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾസിൽ പറഞ്ഞ പോലെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അവിടെ പറഞ്ഞു അല്ലെ. ഇവിടെ നമുക്ക് എന്താ പറയാനോ, എതിർകോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ ഒയും ആംഗിൾ പിയും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, തൊടുവര ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ അല്ലേ, 90 ഡിഗ്രി ആണല്ലോ. ഇത് ഇവിടെയും അതുപോലെ തന്നെ 90 ഡിഗ്രി ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. ഇവിടെ 2 തൊടുവരകൾ വരച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഈ പി എന്ന പോയിന്റിൽ നിന്ന് അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അതായത് പി എയും പി ബിയും തുല്യമായിരിക്കും. പി മുതൽ എ വരെയുള്ള ദൂരവും പി മുതൽ ബി വരെയുള്ള ദൂരവും തുല്യമായിരിക്കും. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ എ ബി എന്ന ഒരു ഞാൻ വരച്ചിട്ടുണ്ട്, കോഡ് എ ബി. ഈ 2 ഫിഗറിലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എ ബി എന്ന കോഡ് 2 ഇടത്തും വരച്ചിട്ടുണ്ട്. ഇവിടെ ആ കോഡിന്റെ, ആ ഞാണിന്റെ 2 അറ്റത്തുള്ള പോയിന്റ്സ് ആണ് എയും ബിയും. അതിൽ നിന്ന് വൃത്തത്തിന്റെ ഈ ഒരു വശത്തിലേക്ക് വരച്ചിരിക്കുന്ന ത്രികോണമാണ് ഈ കാണുന്നത്. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇവിടെ ആ കോഡിന്റെ, ആ ഞാണിന്റെ വലതുവശത്തേക്കാണ് ഞാൻ ത്രികോണം വരച്ചിരിക്കുന്നത്, ഈ വൃത്തത്തിനകത്ത്. അതാണ് ഈ അകത്തെ ത്രികോണം. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പോയിന്റ്സ് എയും ബിയിലും തൊടുവരകൾ വരച്ചിട്ടുണ്ട്, ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അത് ഈ പുറത്തും വന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. 2 ഫിഗറിനകത്തും അങ്ങനെ തന്നെയാണ്. എയും ബിയും 2 പോയിന്റ്സ് ആണ്, എൻ പോയിന്റ്സ് ആണ് ആ കോഡിന്റെ, ആ ഞാണിന്റെ അറ്റത്തുള്ള ബിന്ദുക്കളിൽ നിന്ന് തൊടുവരകൾ വരച്ചപ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് പുറത്ത് കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ ഞാണിന്റെ ഇടതുവശത്താണ് ത്രികോണമെങ്കിൽ, വൃത്തത്തിനകത്ത് ത്രികോണമെങ്കിൽ, വലതുവശത്ത് തൊടുവരകളുമായിട്ട് ഉണ്ടാക്കുന്ന, ഞാൻ ഉണ്ടാക്കുന്ന കോണുകളും ആ ഇടതുവശത്തെ അകത്തെ ത്രികോണത്തിലെ കോണും തുല്യമായിരിക്കും. അതായത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ചുവന്ന 3 കോണുകളും തുല്യമായിരിക്കും. ഈ കോഡിന്റെ ഇടതുവശത്താണ് വൃത്തത്തിൽ സർക്കിൾ കിടക്കുന്നത്. വലതുവശത്ത് ടാൻജൻസുമായിട്ടുള്ള ആംഗിൾ, ടാൻജൻസും കോഡും തമ്മിലുള്ള ആംഗിളുമാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് ആണ്.
കോഡിന്റെ വലതുവശത്താണ് ട്രയാങ്കിൾ, സർക്കിളിലെ ട്രയാങ്കിൾ, അതിലെ ആംഗിളും ഈ സർക്കിളുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ആംഗിളും കോഡിന്റെ ഇടതുവശത്ത് ടാൻജൻസ് വരച്ചപ്പോൾ, അതായത് എ ബി എന്ന പോയിന്റ്സിൽ ടാൻജൻസ് വരച്ചപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഒന്ന് കോഡിന്റെ റൈറ്റ് സൈഡിലും മറ്റേത് കോഡിന്റെ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കണം. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ, ഇത് കോഡ് ഞാനാണ്, അതിന്റെ ഇടതുവശത്ത് ഉള്ള കോണും വലതുവശത്ത് തൊടുവരകളുമായിട്ടുള്ള കോണുകളും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ എങ്ങനെയാ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് തരും, എന്നിട്ട് ഈ കോൺ കണ്ടുപിടിക്കാൻ പറയും. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്, വൃത്തത്തിൽ വരുന്നത്. സെൻട്രലുള്ള ആംഗിളിന്റെ ഹാഫാണ് സർക്കിളിൽ. ആ സർക്കിളിൽ കിട്ടുന്ന ആംഗിൾസ് തന്നെയാണ് ഈ രണ്ട് ആംഗിൾസും. ഇനി ഇങ്ങനെ ഒരു ഫിഗർ വരികയാണെങ്കിൽ പിയിലൂടെയും ക്യൂയിലൂടെയും രണ്ട് തൊടുവരകൾ പോകുന്നുണ്ട്, ടാൻജൻസ് പോകുന്നുണ്ട്, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി. പിന്നെ ഇവിടെ ഒരു പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് വരുന്നുണ്ട്, ആ ടാൻജന്റിന്റെ പേരാണ് എ ബി, തൊടുവര. അങ്ങനാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് എങ്ങനെയാണ് കാണുന്നത്? കാരണം നമുക്ക് എ എന്ന് പറയുന്ന ഒരു പുറത്തെ പോയിന്റ്, അതിലേക്ക് പിയിലോട്ടും ഇങ്ങോട്ടും സെയിം ലെങ്താ. ബിയിൽ നിന്ന് പുറത്തെ പോയിന്റ് ആണ്, അതിൽ നിന്ന് ക്യൂയിലോട്ടും ഇങ്ങോട്ടും സെയിം ലെങ്ത് ആണ്. പിന്നെ നമുക്കറിയാവുന്നത് പുറത്തൊരു പോയിന്റ് സിയിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് പി സിയും ക്യൂ സിയും, അവയും തുല്യമാണ്. അപ്പോൾ പെരിമീറ്റർ എന്ത് വരും? 2 times പി സി എന്ന് എഴുതാം. പി സി അല്ലെങ്കിൽ ക്യൂ സി രണ്ടും സെയിം ആണ്. പിന്നെ ഇൻ സർക്കിൾ വരയ്ക്കുന്നതൊക്കെ പഠിക്കുക, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, അതെല്ലാ വർഷം ചോദിക്കുന്നതാണ്. വരയ്ക്കുന്ന ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഏതെങ്കിലും പോയിന്റ്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്ത് പോകും. ഇനി ഇങ്ങനെ ഒരു ഫിഗർ ഓർക്കുന്നുണ്ടോ? ഇതാണ് ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം. ഇവിടെ ഞാൻ ഈ ട്രയാങ്കിളിന്റെ പേര്, ഈ ത്രികോണത്തിന്റെ പേര് എ ബി സി എന്ന് കൊടുക്കുകയാണ്. എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി, അതിന്റെ ലെങ്ത് എ. ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ സി, അതിന്റെ ലെങ്ത് ബി. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ലെങ്ത് എ ബി, അതിന്റെ ലെങ്ത് സ്മോൾ ലെറ്റർ സി. നമുക്ക് പിന്നെ അറിയാവുന്ന എന്താണ്? ഇത് എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതിയാണ് എസ്. പിന്നെ അറിയാവുന്നത് ഈ പോയിന്റ്സ്, 3 പോയിന്റ്സിനും പി ക്യു ആർ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എ പിയും എ ആറും ഈക്വൽ ആണ് അല്ലെ? എ പി ഈക്വൽ ടു എ ആർ, പിന്നെ ബി ക്യു ഈക്വൽ ടു ബി പി, ബി പി ഈക്വൽ ടു ബി ക്യു, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സി ക്യു ഈക്വൽ ടു സി ആർ. പിന്നെ ഇതിനകത്ത് ഇൻ റേഡിയസ് കാണുന്ന എങ്ങനെയാണ്? ഇൻ റേഡിയസ് അന്തർവൃത്തത്തിന്റെ ആരം, അകത്തെ വൃത്തത്തിന്റെ ആരം കാണാനായിട്ട് ഏരിയയെ സെമി പെരിമീറ്റർ കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ അന്തർവൃത്തത്തിന്റെ ആരം, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ത്രികോണത്തിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെയും ലെങ്ത് തന്നാൽ, അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചു. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്ററിന്റെ പകുതി, അതായത് ചുറ്റളവിന്റെ പകുതി ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കറിയാം ഡൈ ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം ഡൈ എന്താണെന്നറിയാം അല്ലേ? ഈ ഡൈക്കകത്ത് 6 വശങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ 6 കുത്തുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൽ 1 മുതൽ 6 വരെ കിട്ടാനുള്ള സാധ്യത, 1 മുതൽ 6 വരെ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഫ്രം 1 to
6. സാധ്യത എന്താണ്? എല്ലാം വരും അല്ലെ. 1 മുതൽ 6 വരെ വരുമ്പോൾ പ്രോബബിലിറ്റി അഥവാ സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 to 6 എത്രയാണ്? 1 ഇത് മുഴുവൻ വരും. അതിന് പകരം ഇത് രണ്ടും ഇരട്ട സംഖ്യകൾ വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത വരുമ്പോഴോ ആകെ എത്ര എണ്ണേ ഉള്ളൂ? 2, 4, 6, 3 എണ്ണേ ഉള്ളൂ. 3 ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6. അപ്പൊ പ്രോബബിലിറ്റി കാണാനുള്ള സമവാക്യം എന്താണ്? പ്രോബബിലിറ്റി പി എന്ന് എഴുതിയാൽ മതി. നമ്പർ ഓഫ് ഫേവറേറ്റ് ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ സാധ്യതകൾ ഏതൊക്കെ വരും, ടോട്ടൽ ഔട്ട്കംസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 മുതൽ 6 വരെ വരും. നമുക്ക് ഈവൻ നമ്പർ ഇരട്ട സംഖ്യ മതി. അപ്പൊ 2, 4, 6 3 എണ്ണവേ ഉള്ളൂ. അതുകൊണ്ട് 3/6 അതിനെ 1/2 എന്ന് എഴുതാം. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 എന്ന് പറഞ്ഞാൽ ഇത് വരും. ഇതിനകത്ത് 7 ഉണ്ടോ? അല്ലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 12 അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന്റെ സാധ്യത എന്താണ്? 0, 0. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ഏറ്റവും ചെറിയ വില 0-ഉം ഏറ്റവും വലിയ വില 1-ഉമാണ്. സാധ്യതകളുടെ ഏറ്റവും ചെറുത് 0-യും ഏറ്റവും വലുത് 1-ഉമാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇംപോസിബിൾ ഇവന്റ് ആണ് 0. ഇനി 2 അക്ക എണ്ണൽ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര എണ്ണം വരും? 90 എണ്ണം വരും. എത്ര? ഇവിടെ തൊട്ടാ തുടങ്ങുന്ന 10 തൊട്ട് 99 വരെ. 2 അക്ക എണ്ണൽ സംഖ്യകളുടെ എണ്ണം 90. ഇനി നമ്പർ ഓഫ് 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സോ? മലയാളം മീഡിയംകാരെ കൂടെ എഴുതി പൊക്കോണേ. 3 അക്ക എണ്ണൽ സംഖ്യകളുടെ എണ്ണം അത് എത്ര വന്നു? 900 വരും. അപ്പൊ ഈ നമ്പറുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രൈം നമ്പേഴ്സ് 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ വന്നു? 1 പ്രൈം നമ്പർ ആണോ? അല്ല. 2, 3, 5, 7 4 പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളാണ് 10 വരെ ഉള്ളത്. അപ്പൊ അത് ഞാൻ ടേബിൾ ആയിട്ട് തരാം. ഇനി നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് അതായത് അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ് ടു 10 10 വരെ, അതായത് 1 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യകളുണ്ട്, പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 50 വരെ ആണെങ്കിൽ 15 എണ്ണം, 1 മുതൽ 100 വരെ ആണെങ്കിൽ 25 എണ്ണം. പിന്നെ 2 അക്ക അഭാജ്യ സംഖ്യകൾ 2 ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ് 21 എണ്ണം. ഇത് ജസ്റ്റ് ടേബിൾ ആയിട്ട് വെച്ച് ഓർത്തിരുന്നാൽ മതി. പിന്നെ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അതായത് പൂർണ്ണവർഗങ്ങളുടെ എണ്ണം അത് 10 വരെ 3 എണ്ണമാണ്. ഏതൊക്കെയാ പൂർണ്ണവർഗങ്ങള്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9 അങ്ങനെയാണ് 3 എണ്ണം വന്നത്. അതുപോലെ 50 വരെ 1 മുതൽ 50 വരെ 7 എണ്ണം ഉണ്ട്. 1 മുതൽ 100 വരെ 10 എണ്ണം. അതുപോലെ 2 അക്ക പൂർണ്ണവർഗങ്ങൾ 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 6 എണ്ണം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആണ്. അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഒറിജിൻ അഥവാ ആധാര ബിന്ദു. ആധാര ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് ആണ് 0, 0. സൂചക സംഖ്യകളാണ് 0, 0. അപ്പൊ ഇതാണ് ആധാര ബിന്ദു. പിന്നെ നമുക്കറിയാം ഈ ഒറിജിന്റെ വലതുവശത്തേക്ക് എക്സ് ആക്സിസിൽ പോസിറ്റീവും ഇടതുവശത്തേക്ക് എക്സ് ആക്സിസിൽ നെഗറ്റീവുമാണ്. അതേപോലെ വൈ ആക്സിസിൽ ഒറിജിൻ അഥവാ ആധാര ബിന്ദുവിന്റെ മുകളിലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവുമാണ്. പിന്നെ നമ്മൾ സൂചക സംഖ്യ ഒരു ബിന്ദു അതായത് ഒരു പോയിന്റ് പി, ആ പോയിന്റിന്റെ സൂചക സംഖ്യ എഴുതുമ്പോൾ എക്സ് വൈ ആദ്യത്തെ സൂചക സംഖ്യ എക്സിന്റെ സൂചക സംഖ്യ ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. രണ്ടാമത് എഴുതുന്നത് വൈ സൂചക സംഖ്യ അഥവാ വൈ കോർഡിനേറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് 2, 3, 2, 3 എന്നുള്ള എക്സാമ്പിളില് എക്സ് ആക്സിസിൽ 2, 1, 2 ഇപ്പൊ ഇതാണെങ്കിൽ ഈ പോയിന്റ് ആണ് 2, വൈയിലേക്ക് 3. ഇപ്പൊ ഇവിടെ 3 വരികയാണെങ്കിൽ എക്സിൽ നിന്ന് 2ഉം
വൈയിൽ നിന്ന് 3 കണ്ടോ, ഈ ഒരു പോയിന്റാണ് P23 എന്നുള്ള പോയിന്റ് വരുന്നത്. പിന്നെ നമ്മൾ എക്സ് ആക്സിസിൽ ഏത് ഇടതുവശത്തോ വലതുവശത്തോ എവിടെ വന്നാലും എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പൊ ഈ 2 എന്നുള്ള ഈ പോയിന്റിന്റെ സൂചക സംഖ്യകൾ എഴുതുമ്പോൾ 2, 0 അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു 5 എന്നുള്ളതാണെങ്കിൽ 5, 0. അപ്പൊ വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അത് നെഗറ്റീവ് വശത്ത് വന്നാലും ഇപ്പൊ -5, 0, -5, 0. അതേപോലെ വൈ ആക്സിസിൽ വൈ അക്ഷത്തിൽ എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പൊ ഈ 3 എന്നുള്ള ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുമ്പോൾ 0, 3 എന്ന് എഴുതും. നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോഴോ അപ്പൊ ഇവിടെയാണെങ്കിൽ -0, -1 എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും. പിന്നെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ, ഇപ്പൊ ഇവിടെ ഞാൻ x1 y1 എന്നുള്ള ഒരു ബിന്ദു എടുത്തു, ഇവിടെ x2 y2 എവിടെ വേണേലും വരാം. ഇവിടെ ആകാം, അല്ല ഇവിടെയും ആകാം, എങ്ങനെ വേണേലും വരാം. അവ തമ്മിലുള്ള ദൂരം, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം കാണാനുള്ള സമവാക്യം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 y1 ആൻഡ് x2 y2 എന്താണ് സമവാക്യം? √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇത് x2 - x1 എന്ന് എഴുതണ്ട, x1 - x2 എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. നെഗറ്റീവ് വില ന്യൂനസംഖ്യ വന്നാലും അതിന്റെ വർഗം കാണുന്നത് കൊണ്ട് അത് പോസിറ്റീവ് ആയിക്കോളും, സെയിം ആൻസറേ കിട്ടത്തുള്ളൂ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമായിരിക്കും എളുപ്പം, നമുക്ക് എപ്പോഴും സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പൊ ഇതാണ് ദൂരം കാണാനുള്ള സമവാക്യം. ഇപ്പൊ ഈ പോയിന്റ് എ എന്നും ഈ പോയിന്റ് ബി എന്നും എടുത്താൽ എ ബിയുടെ നീളം കാണാനുള്ള സമവാക്യമാണ്, ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അപ്പൊ ഇതുപയോഗിച്ച് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളം കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ത്രികോണം സമപാർശ്വമാണെന്ന് ചോദിക്കാം, സമഭുജമാണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി നമ്മൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ 3 വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തരും. 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ട് ഏതെങ്കിലും 3 മറ്റേതിന്റെ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എക്സ് വ്യത്യാസവും നോക്കും, വൈ വ്യത്യാസവും നോക്കും, പിന്നെ ഇതിന്റെ എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അത് ചെയ്തു പോവുക. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മധ്യബിന്ദു കാണാനുള്ള ഇക്വേഷൻ അല്ലെ. മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കാണാനായിട്ട് എങ്ങനെയാണ് ചെയ്തത്? ഇത് x1 y1 ഇത് x2 y2 ആണെങ്കിൽ മിഡ് പോയിന്റ് മധ്യബിന്ദു കാണാനായിട്ട് എന്താ? എക്സുകൾ കൂട്ടുക, പകുതി കാണുക, വൈകൾ കൂട്ടുക, പകുതി കാണുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കിട്ടും. പിന്നെ നമുക്ക് ഒരു വൃത്തത്തിന്റെ കേന്ദ്രമാണല്ലോ അതിന്റെ ആ ഡയമീറ്ററിന്റെ അഥവാ വ്യാസത്തിന്റെ മധ്യബിന്ദു അല്ലെ. അപ്പോൾ ചിലപ്പോൾ മധ്യബിന്ദു അഥവാ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ തരും, എന്നിട്ട് ആ വ്യാസത്തിന്റെ ഒരറ്റത്തെ പോയിന്റിന്റെ സൂചക സംഖ്യകളും കൂടെ തരും, എന്നിട്ട് മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഡയമീറ്ററിന്റെ ഒരു എൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സും തരും, സെന്ററിന്റെ കോർഡിനേറ്റ്സും തന്നാലും മറ്റേ എൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാനും ഒക്കെ നമ്മൾ മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെൻട്രോയിഡ് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീഡിയൻസ്, അതായത് ഒരു വെർട്ടെക്സിൽ നിന്നും എതിർവശത്തെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വര, അതാണ് മീഡിയൻ. അങ്ങനെ 3 വരയ്ക്കുക. 3 വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. അതിന്റെ സൂചക സംഖ്യകൾ കാണുക. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഏത് റേഷ്യോയിൽ അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നത്? 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. 2:1 അംശബന്ധത്തിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പോയിന്റിന് നമുക്ക് ജി എന്ന് വിളിക്കാം. ആ ജിയുടെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ x1 y1 x2 y2 x3 y3 3 മൂലകളുടെയും സൂചക സംഖ്യകൾ തന്നാൽ ഈ ജിയുടെ സൂചക സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഇത് 3 കൂടെ കൂട്ടുക, എക്സുകൾ 3 കൂടെ കൂട്ടുക, അതിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എക്സ് സൂചക സംഖ്യ കിട്ടും. വൈകൾ 3 കൂടെ കൂട്ടുക, 3 കൊണ്ട് ഹരിക്കുമ്പം അതിന്റെ വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ് കിട്ടും. അപ്പൊ ജി എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്.
സെൻട്രോയിഡ്. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, അതിൻ്റെ ഇക്വേഷൻ ആണിത്. പിന്നെ സർക്കംസെൻറ്റർ എന്താ? പരിവൃത്ത കേന്ദ്രം. പരിവൃത്ത കേന്ദ്രം ഒരു മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് അതിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദു ആയിരിക്കും. അപ്പം അത് ചോദിക്കാറുണ്ട്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്ലോപ്പ് അഥവാ ചരിവ്. ഒരു വരയുടെ ചരിവ് നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? സമവാക്യം സ്ലോപ്പിന് m ആണ്. ആൽഫബറ്റ് y2 - y1 / x2 - x1. അപ്പോൾ ഒരു വരയിലെ 2 പോയിന്റ്സ് ആണ് x1 y1 x2 y2. അത് കാണാനുള്ള സമവാക്യം. പിന്നെ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, 2 വരകൾ സമാന്തരമാണെങ്കിൽ അവയുടെ ചരിവുകൾ തുല്യമായിരിക്കും. സമാന്തരത്തിന്റെ പാരലൽ, അതിന്റെ ഷോർട്ട് ഫോം ആണ്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പിന് m എന്നാണല്ലോ ചരിവിന്, അവയുടെ ചരിവുകൾ തുല്യമായിരിക്കും. 2 ഉള്ളതുകൊണ്ട് m1 എന്നും m2 എന്നും എടുത്തു. ഇനി 2 വരകൾ പെർപെൻഡിക്കുലർ അഥവാ ലംബമാണെങ്കിൽ അവയുടെ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. അതായത് ചരിവുകൾ m1 m2 അവ ഗുണിക്കുമ്പോൾ -1 ഉത്തരം കിട്ടും. പിന്നെ നമുക്കറിയാം എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു വര വന്നാൽ അതിന്റെ ചരിവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വരയുടെ സമവാക്യം കണ്ടുപിടിക്കാം അല്ലെ? വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരെണ്ണം എടുത്താൽ മതി. ഈ x2 y2 എന്നുള്ളത് മാറ്റിയിട്ട് y - y1 = ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണ്? y - y1 = m × x - x1. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? y-ലാണ് കിടക്കുന്നത് m × x-ൽ. അപ്പോൾ അവിടെ x2 y2 നമുക്ക് വേണ്ട, അതിനെ x y എന്ന് എടുക്കുക. ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം ചോദിച്ചാൽ അതിനകത്ത് x-ഉം y-ഉം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ സമവാക്യം x - a² + y - b² = r². ഈ ഒരൊറ്റ സമവാക്യം പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ a b എന്ന സൂചക സംഖ്യ കോർഡിനേറ്റ്സ് സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ്, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളാണ്. 6 ആരം അഥവാ റേഡിയസ്. ഇനി കേന്ദ്രം ആധാര ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്കും ബിക്കും എന്തിട്ട് കൊടുത്തോണം? 0 0. അപ്പൊ എന്ത് സമവാക്യം മാറിയിട്ട് x² + y² = r² എന്ന് വരും. പക്ഷെ അങ്ങനെ ഒന്നും കാണാതെ പഠിക്കണ്ട. ആധാര ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 0 0 ആണ് അതിന്റെ സൂചക സംഖ്യ. അപ്പൊ ആ എക്കും ബിക്കും 0 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാകൃതി സമവാക്യങ്ങൾ നോക്കാം. നമുക്കറിയാം എങ്ങനെയാണ് രണ്ടാകൃതി സമവാക്യത്തിന്റെ ജനറൽ ഫോം. ax² + bx + c = 0. x² കൂടെ ഉള്ളതാണ് a, എക്സിന്റെ കൂടെ ഉള്ളത് +b, പിന്നെ c എന്നുള്ളത് കോൺസ്റ്റന്റ് ടേം. അപ്പൊ ഏത് ഇക്വേഷനും ഈ ഒരു രീതിയിലുള്ള രണ്ടാകൃതി സമവാക്യവും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ എക്സിലാണ് സമവാക്യം കിടക്കുന്നത്. അപ്പൊ എക്സ് ആണ് അതിന്റെ പരിഹാരം അഥവാ സൊല്യൂഷൻ. സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് 2 പരിഹാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ -b ± √b² - 4ac / 2a. ഇവിടെ എല്ലാം ഡിവൈഡഡ് ബൈ, ഇത് മുഴുവനും ഡിവൈഡഡ് ബൈ 2a ആണ്. പിന്നെ ഒരു നമ്പരും അതിന്റെ റെസിപ്രോക്കലും എന്ന് പറയുമ്പോൾ നമ്പറിനെ x ആയിട്ട് എടുക്കുക, റെസിപ്രോക്കലിനെ 1/x. ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമവും. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചിടുക. അതായത് അംശം ഛേദമാകും, ഛേദം അംശമാകും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും. പിന്നെ അടുത്തടുത്തുള്ള 3 സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ട? x - 1 x + 1. അടുത്തടുത്തുള്ള 3 ഇരട്ട സംഖ്യകൾ എന്നൊക്കെ പറയുമ്പോഴോ x - 2 x + 2. ഇത് മറന്നു പോകരുത്. പിന്നെ ഇത് ഒറ്റ സംഖ്യയ്ക്കും ഇത് തന്നെ എടുത്താൽ മതി. ഇനി പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്റർ നോക്കാം. പോളിനോമിയലിന് നമ്മൾ സാധാരണ p of x എന്ന് എഴുതുന്നത് അല്ലെ?
ഇനി ഇതിനകത്ത് ഒരു ഘടകം എക്സ് മൈനസ് എ ഒരു ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എക്സിന്റെ ഒരു ഘടകമാണ് എക്സ് മൈനസ് എ എങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കും. ഓർക്കുന്നുണ്ടോ? If x minus a is a factor of p of x, then p of a equal to 0. അതായത് p of x ഒരു എക്സാമ്പിൾ, p of x equal to x square plus 6x plus 8. ഇവിടെ x plus 2 ഒരു ഫാക്ടർ ആണെന്ന് തന്നാൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? p of x plus 2 ആണ് ഫാക്ടർ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? -2. p of -2 0 ആയിരിക്കണം. നമുക്ക് 0 ആകുമെന്ന് നോക്കാം. -2 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു -2 പ്ലസ് 8. അപ്പോൾ 4 - 12 പ്ലസ് 8 0 വന്നല്ലോ. പിന്നെ കെയുടെ വാല്യൂസ് ഒക്കെ കാണാനുള്ളത് നമ്മൾ പഠിച്ചു. കെ ഇവിടെ വരാം, ഇവിടെയും വരാം ഒക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കി പോവുക. പിന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന പഠിച്ചായിരുന്നു അല്ലേ? അതായത് എല്ലാം പ്ലസ് ഉള്ളത്, ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8 ഇവിടെ എല്ലാം പോസിറ്റീവ് വന്നാൽ എങ്ങനെ ചെയ്യാം നമ്മൾ പഠിച്ചു. നടുക്കത്തെ ടേം നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യാം, രണ്ടെണ്ണം നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യാം. ആ പ്രോബ്ലംസുകൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 4x, ഇപ്പം ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4. എക്സ് കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്കറിയാം മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻസും ഉണ്ട്. നമുക്ക് 2 കോണുകളുടെ അളവുകൾ ആണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന അംശബന്ധം അഥവാ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്ന. അതായത് ഒരു മട്ടത്രികോണത്തിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വന്നാൽ അവയുടെ എതിർവശത്തിന്റെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് 1:1:√2. 30, 60, 90 വന്നാൽ അവയുടെ എതിർവശങ്ങൾ, അതായത് 30ന്റെ എതിർവശത്ത് 1 ആണെങ്കിൽ 60ന്റെ എതിർവശത്ത് √3 ആയിരിക്കും, 90ന്റെ എതിർവശത്ത് 2 ആയിരിക്കും. ഈ അംശബന്ധം ഓർത്ത് വെക്കുക. പിന്നെ ഇതൊന്നും അല്ലാത്ത അംശബന്ധങ്ങൾക്ക് നമ്മൾ സൈന് കോസ് ടാന് ഒക്കെ ഉപയോഗിച്ചു. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഒരു മട്ടത്രികോണത്തിലെ ആംഗിൾ എ എന്ന കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ എ. അതായത് എതിർവശം, ആരുടെ? എയുടെ എതിർവശം ബൈ കർണം. പിന്നെ കോസ് എന്ന് പറഞ്ഞാലോ, കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ ടാനും ഉണ്ട്. ഇനി ഇത് രണ്ടും അറിയാമെങ്കിൽ ടാൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. സമീപവശം ബൈ കർണം, അതാണ് കോസ് എ. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ സമീപവശം. ഇനി സൈനും കോസും മാത്രമേ അറിയത്തുള്ളെങ്കിൽ ടാൻ കാണാനായിട്ട് സൈനിനെ കോസ് കൊണ്ട് ഹരിച്ചാൽ മതി. പിന്നെ ആ ടേബിള് നമ്മൾ ടേബിളൊന്നും കാണാതെ പഠിക്കേണ്ട, ക്വസ്റ്റ്യൻ്റെ കൂടെ വാല്യൂ തന്നിരിക്കും. അപ്പോൾ ഈ വിലകളല്ലാത്ത, ഈ കോണിന്റെ ഈ അളവുകൾ അല്ലാത്തതിനൊക്കെയാണ് നമ്മൾ ആ വാല്യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ 2 ദശാംശ സ്ഥാനം മതി, അങ്ങനെ ഇട്ട് റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മേൽക്കോണും കീഴ്ക്കോണും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ നമുക്ക് ഒരു ടേബിൾ, അതായത് സൈൻ്റെയും കോസിന്റെയും ടാന്റെയും വിലകൾ 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയുടെ ആ ടേബിളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതായത് 3 വിലകൾ ഓർത്തിരുന്നാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി കോർഡ് എ ബി, അതായത് ഞാണിന്റെ നീളം, ഞാണ് എ ബി ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരം 6, റേഡിയസ് 6 തന്നിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് x ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ ഞാണിന്റെ നീളം അഥവാ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r sin x/2 ആണ്. എക്സ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ x/2 എന്ന് പറയുന്നത് അത് വൃത്തത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതായത് ഏത് കോണിന്റെ അളവാണ്? സിയുടെ അളവാണ് x/2. അപ്പൊ 2r sin c എന്ന് എഴുതാമല്ലോ. അങ്ങനാണെങ്കിൽ അടുത്ത ഞാനാണല്ലോ എ സി അല്ലെ? അപ്പൊ എ സിയുടെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്
ഇവിടെ ഒന്നും കൂടെ പറയാം, എ ബിയുടെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ആ എ ബിയിലുള്ള ആംഗിൾ അല്ല, അതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന കോണിന്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ 2r സൈൻ സിയുടെ മെഷർ അല്ലെ. അങ്ങനാണെങ്കിൽ എ സി കാണാനായിട്ട് എയിലും സിയിലും കിടക്കുന്ന കോണല്ല എടുക്കേണ്ടത്, ബി ആണ് എടുക്കേണ്ടത്. അപ്പൊ 2r സൈൻ ബി. ആറ് മാറുകയല്ല അല്ലെ, ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് അത് മാറുകയല്ല, ഒരു വൃത്തത്തിൽ സെയിം ആയിട്ട് നിൽക്കും. ഇനി ബി സി കാണാനോ, ബി സിയും ഒരു ഞാണല്ലേ, ഒരു കോഡല്ലേ, അപ്പൊ അതല്ലാത്ത കോൺ ഏതാ? എ. 2r സൈൻ എ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏത് കോഡ് കാണാനും നമുക്ക് ഈ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഒന്നും കൂടെ ഈ ഫിഗർ വരയ്ക്കാം. ഇപ്പൊ ഈ ട്രയാങ്കിളുടെ ഏരിയ നമുക്ക് കാണണം, പരപ്പളവ് കാണണം. അപ്പം ഏരിയ കാണാനായിട്ട് നമുക്കറിയാം എന്താണ് സമവാക്യം. ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഈ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലെ കോണുമാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ബേസ് ആക്കി എടുക്കാമല്ലോ. അപ്പൊ ഞാൻ ബിയെ ബേസ് ആക്കി എടുത്തുകൊണ്ട് ഹൈറ്റ് വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തല്ലോ. ഇനി ഇവിടെ സി എന്നുള്ള മെഷറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാദം ഹാഫ് ഇൻറ്റു ബേസ് ബി ആണ്. ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇതാണല്ലോ ഹെച്ച്, ഈ ഹെച്ച് കാണാൻ വേണ്ടിയിട്ട് എന്താ സൈൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ സൈൻ സി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എ ആണ് അല്ലെ, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എ ആണ്, 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കർണം. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്, എച്ച് ബൈ എ. അപ്പം എച്ച് എങ്ങനെ കിട്ടും? എച്ച് ഈക്വൽ ടു എ സൈൻ സി എന്ന് എഴുതാവല്ലോ. ഈ എച്ചിന് പകരം എ സൈൻ സി എന്ന് എഴുതാവല്ലോ, അല്ലെങ്കിൽ ഹാഫ് എ ബി സൈൻ സി എന്ന് എഴുതാവല്ലോ. അപ്പോൾ ഇനി എയും സിയും ആണ് തന്നിരിക്കുന്നതെങ്കിലോ ഹാഫ് എ സി സൈൻ ബി എന്ന് എഴുതുക. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൽഫബറ്റ് ഏതാണോ അതല്ലാത്ത ഇവിടെ എടുത്താൽ മതി. ബി സി ആണെങ്കിൽ എ വരും, എ സി ആണെങ്കിൽ ബി വരും, അത്രവേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് ഇവിടെ ഇങ്ങോട്ടാണ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതും ഇതും കൂടെ കൂട്ടുമ്പോൾ 180 അറിയാം. അപ്പോൾ 180 മൈനസ് എടുത്തോണം. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ 180 മൈനസ് ആ ആംഗിൾ ഏതാണോ സി ആണെങ്കിൽ അത് അങ്ങനെ എടുത്തോണം. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലും എല്ലാം എഴുതി വെക്കുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.